ഹലോ. അപ്പം നമുക്കൊന്ന് വെന്നൂര് വരെ പോയി വന്നാലോ? പോവാം. ഇന്ന് അനിയത്തിയുടെ ഹസ്ബൻഡ് തിരിച്ച് ഒമാനിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു. അങ്ങനെ ഞാനൊന്ന് കെട്ടി ഒരുങ്ങി ഇതേ സ്റ്റൈലൊക്കെ ഇളക്കി കുറച്ച് നേരം കണ്ണാടിൻ്റെ മുന്നിലൊക്കെ നിന്ന് നമ്മൾ മീശോന്ന് ഇട്ട ഡ്രസ്സാണ് കേട്ടോ. നല്ല വേർത്തായിട്ടുള്ള ഡ്രസ്സാണ്, എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. അപ്പം ഞങ്ങളിതേ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ചക്ക വറുത്തതും പിന്നെന്താ കറുത്തലുവി എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പോകുമ്പോൾ കൊണ്ടുപോകണ്ടേ വിചാരിച്ചിട്ട് അവൻ കറുത്തലുവിയും ചക്ക വറുത്തതാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അതും മേടിച്ചു. ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു. അവിടെ പോയിട്ട് അവിടുത്തെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവരൊക്കെ പോകുന്നതിൻ്റെ സങ്കടത്തിലാണല്ലോ. പിന്നെ നമ്മൾ ഈ ക്യാമറയും പിടിച്ച് നടക്കുന്നത് ഒരു മോശമല്ലേ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഫസ്റ്റായിട്ട് വ്ളോഗ് തുടങ്ങുമ്പോൾ ഈ ക്യാമറയും കൊണ്ട് കയറിച്ചില്ല, എനിക്ക് ഒരു മടിയുണ്ട്, ഇനി അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ ഞങ്ങൾ പോയി ഇതേ തിരിച്ച് വരുന്ന വഴിയാട്ടോ ഈ കാണുന്നത്. നമ്മളെ കൂടെ വന്ന അമ്മ അങ്ങനെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാനും ഏട്ടനും റിച്ചും കൂടെ അങ്ങനെ പോന്നു. ഞങ്ങളൊരു നല്ലത് എന്തെങ്കിലും കണ്ടാൽ കഴിക്കുക എന്നുള്ള മട്ടിലാണ് ഈ പോരുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ടി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു. കഴിക്കാൻ നോക്കിയപ്പോൾ ഒക്കെ ചിക്കനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ മലയ്ക്ക് പോകാൻ മാലിട്ടുകൊണ്ട് ഇനി അതും കഴിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കഴിക്കാതെ ഇങ്ങനെ പോന്നു. റിച്ചുവിന് പുറത്തിറങ്ങിയാൽ എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇതേ റെയിൻബോ നല്ല ക്ലിയർ ആയിട്ട് കണ്ടത്, അതായത് ഫോണിൽ നോക്കിയപ്പോൾ തീരെ കാണുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നു. അപ്പോൾ ഈ ഇന്ത്യൻ കോഫി ഹൗസ് കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ വെജിറ്റേറിയൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം ഏട്ടൻ റൂട്ട് മാറ്റി ഞങ്ങളെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇറക്കിയിട്ട് ഏട്ടനൊരു പോക്കങ്ങ് പോയി. പിന്നെ റിച്ചുവിനും അല്ലുവിനും ഓരോ ഭാഗത്താക്കിയിട്ട് എനിക്കെൻ്റെ പണി എടുക്കണമല്ലോ, രാത്രിത്തേക്ക് ചപ്പാത്തി ചൂടണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഫുൾ ടെൻഷനായി. എവിടെയെങ്കിലും പോയി വന്നിട്ടുണ്ടെങ്കിൽ അടുക്കള കയറാമെന്ന് പറഞ്ഞത് എനിക്ക് പണി കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്, എന്നാലും എനിക്ക് മടിയാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ കയറി അല്ലുവിനൊരു ഭാഗത്താക്കി റിച്ചുവിനൊരു ഭാഗത്ത് ടി വി ഒക്കെ വെച്ചിരുത്തിയിട്ട് ഞാൻ എൻ്റെ പണിയെടുക്കാൻ നോക്കുമ്പോഴേ ഒരാൾ ഓനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പണിയും അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാവല്ലേ, ഓനെക്കൊണ്ട് അത്രയ്ക്കല്ലേ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ, ഒക്കെ ഒന്ന് പുറത്ത് സ്ലാബിൻ്റെ മുകളിൽ നിരത്തി വെച്ചു. കാരണം നാളെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ടേ അതിനുള്ളിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മാവ് കുഴച്ചതിൻ്റെ ബാക്കി, ചപ്പാത്തി ചുട്ടതിൻ്റെ ബാക്കിയുള്ള മാവ് ഒക്കെ ഉള്ള ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്തേക്കണേ. നമ്മുടെ സ്ഥലം അതാണല്ലോ. അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് പാത്രമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജ് തുടച്ചിട്ട് വേണം വെക്കാനല്ലോ വെച്ചിട്ട് ഒക്കെ ഞാൻ സ്ലാബിൻ്റെ ഉള്ളിൽ വെച്ചു. മത്തൻ കണ്ട് ഞാനൊന്ന് ഞെട്ടിട്ടു. ഞങ്ങൾക്ക് മൂന്നൊക്കെ കഴിക്കുന്നത് ഇത്രയും വലിയ മത്തൻ ചേച്ചി, ഇനിയിപ്പോൾ ഒരാഴ്ച ഞാൻ മത്തൻ കറി വെക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ആ ചിരി നിങ്ങളെ മുഖത്ത് കണ്ടത്. അത് കഴിഞ്ഞതൊക്കെ വെച്ച സമയത്ത് 10:15 അങ്ങനെ നോക്കി നമ്മൾ കൈയൊക്കെ കഴുകി ഒക്കെ ഒന്ന് ഇതാക്കി, പച്ചക്കറിയൊക്കെ പിടിച്ചതല്ലേ. അതുകൊണ്ട് നമ്മളെ പണിയൊക്കെ കഴിച്ച് ഇനി മേലൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാണ്. മേലൊക്കെ കഴുകി നമ്മൾ ഉറങ്ങാൻ പോട്ടെ. അപ്പോൾ ബായ്, വീണ്ടും നാളെ കാണാം. ബായ്.